അതുപോലെ ഈ ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ ഫുള്ള് പൊട്ടിക്ക് എടുക്കുകയാണ്. സ്റ്റിയറിംഗ് ഓടിക്കുന്നില്ല. ടൈറ്റ് നോക്ക്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആ സിവിക്കിൻ്റെ ഗ്ലാസിൻ്റെ മുകളിൽ സ്റ്റിക്കർ അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. റെഡ് ഉണ്ടായിരുന്ന സമയത്ത് റെഡ് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് വൈറ്റിൽ ലോവേഡ് എംപയർ അടിച്ചിട്ടുണ്ടായിരുന്നു. സെയിം സ്റ്റിക്കർ നമ്മൾ ബ്ലാക്കിൽ അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മാറ്റ് വിത്ത് ഗ്ലോസി അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ സിവിക്ക് നമ്മൾ ഇപ്പുറത്തെ സൈഡിലാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. റെഡിലുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇങ്ങനെ ഫുള്ള് റെഡാക്കിയിട്ട് വൈറ്റിലാണ് ലോവേഡ് എംപയർ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ബ്ലാക്കിലാണ്, മാറ്റ് വിത്ത് ഗ്ലോസി ആ ഒരു തീമിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ ബെൻസ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ആ ഒരു തീമിൽ ബെൻസിൻ്റെ മുകളിൽ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പഴയ വീഡിയോസ് ഉണ്ട്, പോയി ചെക്ക് ചെയ്ത് നോക്ക്. നമുക്ക് വണ്ടി എടുത്തിട്ട് ഇറങ്ങാം. ഗായ്സ്, വേറൊരു പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കാമാക്കിയിട്ട് മൂവ് ചെയ്തതാണ്. സ്റ്റിയറിംഗ് ഓടിച്ച് നോക്കുമ്പോൾ സ്റ്റിയറിംഗ് ഓടിക്കുന്നില്ല. ടൈറ്റ് നോക്ക്. വേറെ ഒന്നുമല്ല, ഓയിലില്ലാണ്ടാണ് ആ ഒരു ടൈറ്റും കാര്യങ്ങളൊക്കെ. ലീക്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ റീഫിൽ ചെയ്തിട്ടാണ് കൊണ്ട് നടന്നിരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓയിൽ കഴിഞ്ഞു, ഓയിൽ പൊഴിക്കാനില്ല. ഓയിൽ മേടിച്ച് വന്നിട്ട് റീഫിൽ ചെയ്തിട്ട് പോവാം. ഇനി നെക്സ്റ്റ് പരിപാടി ലീക്ക് ക്ലിയർ ആക്കലാവൂട്ടാ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ പണിയാണ്. കൊമ്പൊക്കെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാൻ അങ്ങനെ പോയിട്ട് പവർ സ്റ്റിയറിംഗിന്റെ ഓയിൽ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് നോക്കി നോക്കാം. എന്നിട്ട് വേണം വണ്ടി എടുത്തിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഓയിൽ മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. കണ്ടോ, ഓയിൽ തീരില്ല, ഫുള്ള് വറ്റിയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റിയറിങ് ടൈറ്റായിട്ട് ഉണ്ടായിരുന്നത്. ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിൽ ഇറങ്ങും. സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് കുറച്ച് നേരം സ്റ്റിയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കുറച്ചുകൂടെ ഒഴിക്കാണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. തളക്കണ സൗണ്ട് കേൾക്കാണ്ട് കേട്ടോ. ഈ കണ്ട ഫുള്ള് ഇറങ്ങി ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കണ്ട ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുള്ള് ഇറങ്ങി തീരെ അത്രയും ഉണ്ടായിരുന്നില്ല. എൻ്റെ മോനെ, അത്രയും ഓയിൽ ഉണ്ടായിരുന്നില്ല കേട്ടാ. അതായത് ഈ ബോട്ടിൽ ഫുള്ള് കഴിഞ്ഞു. ഇത് 500 ml ബോട്ടിലാണ്. ഇപ്പോൾ ലൂസായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓയിൽ ഫില്ലാക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ച് ഓടിക്കഴിഞ്ഞാൽ സ്റ്റിയറിംഗിൻ്റെ പമ്പ് പോകാൻ സാധ്യതയുണ്ട്. വണ്ടി എടുത്തിട്ട് ഇറങ്ങാം. ഗായ്സ്, നമ്മൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് മുള്ളൂർക്കരക്കാണ്. നമ്മൾ സ്ഥിരമായിട്ട് സ്റ്റിക്കർ അടിക്കാറുള്ള ഷോപ്പിലേക്കാണ് നമ്മളിപ്പോൾ പോണത്. ഇപ്പോൾ വരുന്ന വഴിക്ക് നൈസിൽ ചെറിയൊരു മഴ കിട്ടി. ആ മഴ കിട്ടിയ സമയത്ത് പെട്ടു. എ സി ഇല്ലാതെ വൻ ലോക്കാണ് കേട്ടോ. ആ എ സിയുടെ മോട്ടർ ഇതുവരെ കിട്ടിയിട്ടില്ല. അത് തപ്പി നടന്നുകൊണ്ടുണ്ട്. എൻ്റെ മോനെ, പുക ടെസ്റ്റ് എക്സ്പയർ ആയിട്ട് ഇരിക്കുകയാണ്. നമുക്ക് പുക ടെസ്റ്റ് എടുത്തിട്ട് പോവാം. നമ്മളവിടെ പൊല്യൂഷൻ എടുത്ത് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരെ സ്റ്റിക്കർ ഷോപ്പിൽ പോയിട്ട് അവിടെ സിവിക്ക് എടുക്കണല്ലോ. ആ റെസംബിൾ വണ്ടിയാണ് വേണ്ടിയിട്ട്. രസമുള്ള കളറില്ലേ, പൊളി. നമ്മളവിടുന്ന് പൊല്യൂഷൻ എടുത്തു. കണ്ടാ, പൊല്യൂഷൻ കിട്ടി. നമുക്ക് നേരെ സ്റ്റിക്കർ ഷോപ്പിൽ പോയിട്ട് അവിടെ സ്റ്റിക്കറിൻ്റെ പരിപാടി കഴിക്കാം. അതായത് സമയം നമ്മൾ ഓൾമോസ്റ്റ് ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ആ റൈറ്റ് സൈഡിൽ കാണാനാണ് ഷോപ്പ് കേട്ടോ. അങ്ങോട്ട് ഇടാ വണ്ടി. പക്ഷേ ഇല്ല അവിടെ. ചെറിയൊരു പണിയുണ്ട് ഗായ്സ്. നമുക്ക് സ്റ്റിക്കർ അടിക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഭയങ്കര എന്താ പറയുക, ഭയങ്കര തണവാണ്. വെയിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പുറത്തല്ല സ്റ്റിക്കർ അടിക്കുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ ഈർപ്പം കയറിയിട്ട് സ്റ്റിക്കർ ഇളകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താക്കി, സ്റ്റിക്കർ വർക്ക് നമ്മൾ വേറൊരു ദിവസത്തേക്കാക്കി.
അത് ചെയ്യാൻ പറ്റിയില്ല. അത് നമുക്കിനി വേറൊരു ദിവസം ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പം എന്തായാലും ഇപ്പോൾ ഏതായാലും ഇതുവരെ വന്നതല്ലേ. അപ്പോൾ നമ്മുടെ ആഷിക്കിൻ്റെ ഷോപ്പുണ്ട് അടുത്ത്. നമുക്ക് ആഷിക്കിൻ്റെ ഷോപ്പിൽ പോയിട്ട് ഈ ലൈറ്റ് നമ്മൾ അഴിഞ്ഞു പോന്നിട്ടുണ്ടായിരുന്നു. ഈ ലൈറ്റ് നമുക്ക് പോയിട്ട് ഫിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ അവന് തിരക്കാണോ എന്നറിയില്ല. പോയൊക്കെ എന്തായാലും പോയിട്ട് അവനക്ക് ഫ്രീ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈറ്റ് ബമ്പർ അയച്ചിട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ കാഴ്ച നമ്മളങ്ങനെ ആഷിക്കിൻ്റെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. പണി തുടങ്ങിയിട്ടുണ്ട്. ബമ്പർ റിമൂവ് ചെയ്യാനുള്ള പരിപാടിയാണ്. ബമ്പർ റിമൂവ് ചെയ്തിട്ട് വേണം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ തിരക്കിലാണ്. നമ്മുടെ പണി നമുക്ക് നോക്കാം. ഇതേ നമ്മൾ ടൂൾസൊക്കെ എടുത്തിട്ട് ഈ സൈഡ് നമ്മൾ അയച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ 2 ബോൾട്ട് വരുന്നുണ്ട്. 2 വെച്ച് കഴിഞ്ഞാൽ ബമ്പർ സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാം കേട്ടോ. എന്തായാലും ഞാൻ ആ ബോൾട്ട് അയക്കട്ടെ. ബമ്പർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റ് ഫിക്സ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ലൈറ്റ് ഫിക്സ് ചെയ്തേക്കാനുള്ള അങ്ങനെ ഒരു എൽ ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലൈറ്റ് ഫിക്സ് ചെയ്തേക്കണത്. അതേപോലെ തന്നെ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അവരല്ലെങ്കിൽ വിട്ടു പോന്നപ്പോഴാണ് ആ ലൈറ്റ് ഊരി പോകുന്നത് കേട്ടോ. അടുത്ത ഒരു ബോൾട്ട് ഇട്ടിട്ട് ഫിക്സ് ചെയ്യാനുണ്ട്. അതുപോലെ ഈ ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ ഫുള്ള് പൊട്ടിക്കെടുക്കുകയാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് മാറ്റാനുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ ബമ്പർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ബമ്പർ റിമൂവ് ചെയ്യാൻ സിമ്പിളാണ് കേട്ടോ. വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് ബമ്പർ വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് വലിയ പണിയില്ല. ബമ്പർ കണ്ട സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. വെയ്റ്റ്ലെസ് ബമ്പർ ആയതുകൊണ്ട് നമുക്ക് വലിയ പണിയില്ലാത്തതുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റി. മറ്റേത് റെഡ് ഉണ്ടാകുന്ന സമയത്ത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഫൈബർ ബമ്പറായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഭയങ്കര വള്ളിയായിരുന്നു കേട്ടോ. കാരണം സിലിക്കോണൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിമൂവ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര പണിയാണ്. അതുപോലെ പെട്ടെന്ന് ഫിക്സ് ചെയ്തിട്ട് പോകാനൊന്നും പറ്റില്ല. അങ്ങനെ കുറച്ചധികം പണി ഉണ്ടായിരുന്നു. അങ്ങനെ ആ വള്ളിയൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബമ്പർ എടുത്തേക്കുന്നത്. പക്ഷേ ഇത് BP ആണ്, എന്നാലും കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് ലൈറ്റ് ഫിക്സ് ചെയ്യാനുള്ള പരിപാടി ചെയ്യാം. ഫൈനലി കാര്യം നമ്മളെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലൈറ്റ് നമ്മൾ കറക്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അത് വർക്കിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഹോൺ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു കണക്ഷൻ വിട്ടെടുക്കായിരുന്നു. അത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. പാവ പണികൾ കഴിഞ്ഞു. ഇനി നമുക്ക് ബമ്പർ കയറ്റിയിട്ടുള്ളതാണ്. ഈ ലോക്ക് ക്ലിയർ ആക്കാനുണ്ട്. അതിന് പിന്നെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കാണണം. ഇപ്പോൾ തൽക്കാലം ബമ്പർ കയറ്റിടാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. ഫിൽറ്റർ ആകെ അച്ചറായിരുന്നു. അതുകൊണ്ട് അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി കഴിഞ്ഞിട്ട് ഈ ഒരു ഫിൽറ്റർ കൂടി അയച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കാം. ആശിക്കത് അവിടെ ഫിൽറ്റർ ക്ലീൻ ചെയ്തുകൊണ്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡാണ് ക്ലിയർ ആക്കാനുള്ളത്. വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കണ്ടിട്ട് നമുക്ക് ക്ലിയർ ആക്കാനുണ്ട്. ഫൈനലി കാഴ്ച നമ്മുടെ സിവിക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബമ്പറും കാര്യങ്ങളൊക്കെ തിരിച്ച് കയറ്റിയിട്ടുണ്ട്. ലൈറ്റ് വർക്ക് ചെയ്യണ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ലൈറ്റ് ഒന്ന് ഉണക്കിയറാ. അപ്പോൾ ഈ ഒരു ലൈറ്റാണ്, ഈ ഒരു ഭാഗത്തെ ലൈറ്റാണ് അഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. സംഭവം അഴിഞ്ഞു പോന്നിട്ട് ഉള്ളിലിരിക്കുന്നുണ്ടായിരുന്നില്ലേ. അത് ക്ലിയർ ആക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും സ്റ്റിക്കർ അടിക്കാൻ വന്നതായിരുന്നു. പക്ഷേ സ്റ്റിക്കർ ഈ ഒരു മഴയുടെ ഒരു മൂടായതുകൊണ്ട് അടിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തൊട്ടപ്പുറത്ത് തന്നെ സ്റ്റിക്കർ ഷോപ്പ് ഇട്ടാൽ. അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ആഷിക്കിൻ്റെ ഷോപ്പ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ആഷിക്കിൻ്റെ ഇവിടെ വന്നിട്ട് അത് ക്ലിയർ ആക്കി. ലൈറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇതിൽ യെല്ലോ മാത്രമല്ല വൈറ്റും ഉണ്ട്, അതുപോലെ ഫ്ലിക്കറിങ്ങും ഉണ്ട്. ജസ്റ്റ് ഒന്ന് വൈറ്റ് ആക്കിയടാ. കണ്ടാ വൈറ്റ് എത്തി, യെല്ലോ ഒന്ന് വൈറ്റ് ആയി. ഇനി ജസ്റ്റ് ഫ്ലിക്കറിങ് ആക്കാൻ പറ്റും. കണ്ടാ ഫ്ലിക്കറിങ് കണ്ട, അതിങ്ങനെ ഫ്ലിക്കറിങ് മാത്രമായിട്ടും ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഹോണും ക്ലിയർ ആയിട്ടുണ്ട്. ജസ്റ്റ് ഹോൺ അടിച്ചിടാ. എന്താ ഹോണും ക്ലിയർ ആയിട്ടുണ്ട്. മറ്റേത് ഹോൺ ഒരു സൈഡത്തെ ഹോൺ മാത്രം വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. ആ ഒരു സൈഡത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആഷിക്ക്. കണ്ടിട്ടുണ്ടാവും, ഞാൻ മുന്നേ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരു ഷോപ്പാണ് നമ്മുടെ മുള്ളൂർക്കര ഹോട്ട് വീൽസ് എന്ന് പറഞ്ഞിട്ട്. എല്ലാ ആക്സറീസും എല്ലാവർക്കും ചെക്കൻ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചെക്കനെ കോൺടാക്ട് ചെയ്താൽ മതി. മുള്ളൂർക്കര ഹോട്ട് വീൽസ്. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടില്ലേ? ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ചെക്കനുണ്ട് ഉള്ളിൽ. അവൻ്റെ പലവണയാണ് എടുക്കുന്നത്. സംഭവം നല്ല ക്ലീനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാ. വീൽസ് എല്ലാം ഇട്ട് നമ്മുടെ ബ്രംബോൻ്റെ കാലിപ്പറിൻ്റെ ക്യാപ്പൊക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. സ്പോയിലറെല്ലാം ക്ലീൻ സ്പോയിലർ ചെയ്ത് നൈസായിട്ടുണ്ട് വണ്ടി മൊത്തത്തിൽ. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ലിപ് സ്പോയിലർ പോലെ കൊടുത്തിട്ടുണ്ട്. അതും വൃത്തിയായിട്ടുണ്ട് വണ്ടി. അതുപോലെ വണ്ടിയിൽ ഒരു ഹോണ്ട സിറ്റി ഉണ്ട്, ഫുൾ ബാങ്കറെല്ലാം ചെയ്ത. അത് ഞാനിനി വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. എന്തായാലും വണ്ടി നല്ല രസമുണ്ട്, ക്ലീൻ ആയിട്ടുണ്ട്, പക്ക ക്ലീനിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചെക്കൻ്റെ ഷോപ്പിൻ്റെ പേരും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങായി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ നല്ല അടിപൊളി ഒരു മഴ കിട്ടി. പെട്ടുപോയി, കുടുങ്ങിപ്പോയി. റെയിൻ ഗാർഡ് ഇല്ലാത്തതുകൊണ്ട് ഉള്ളിലേക്കും വെള്ളം കയറും, ആകെ ലോക്കായി. അപ്പോൾ അതുകൊണ്ട് AC ഷെയറിംഗ് ബോക്സിൻ്റെ ആ ഒരു ലീക്കും ആണ് ഇനി നമ്മൾ അടുത്ത് ക്ലിയർ ആക്കുന്നത്. വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ആകണം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.